Hello learners, welcome everyone. I am Dr. Sanita, Srinarayana Guru Open University, Business Studies വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ. ധാരാളം പ്രത്യേകതകൾ നിറഞ്ഞ കേരളത്തിലെ ആദ്യത്തെ സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഈ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരുപക്ഷെ യൂണിവേഴ്സിറ്റിയുടെ ബാക്ക് ബോൺ എന്ന് വിശേഷിപ്പിക്കാവുന്നതുമായ ഒന്നാണ് അതിന്റെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ്. മലയാളത്തിൽ പറഞ്ഞാൽ സ്വയം പഠന സാമഗ്രികൾ. നമുക്കറിയാം, ഒരു റെഗുലർ സ്ട്രീമിൽ പഠിക്കുന്ന പഠിതാവിന് ലഭിക്കുന്ന അത്രത്തോളം ഒരു ക്ലാസ് റൂം ടീച്ചിങ് ലേണിംഗ് ഫെസിലിറ്റീസും ഓപ്പർച്യൂണിറ്റീസും ഒരു ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് മോഡിൽ പഠിക്കുന്ന പഠിതാവിന് ലഭിക്കുന്നുണ്ടാവില്ല. ഗുരുമുഖത്ത് നിന്നും പൂർണ്ണമായ സിലബസ് അതിന്റെ കംപ്ലീറ്റ്നെസ്സോട് കൂടിയിട്ട് പഠിക്കുക എന്നത് ഒരു ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് മോഡിൽ പഠിക്കുന്ന പഠിതാവിന് ചിലപ്പോൾ അസാധ്യമായിരിക്കാം. ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് മോഡിൽ പഠിക്കുന്ന ഒരു പഠിതാവിന് വീക്കെൻഡിൽ അല്ലെങ്കിൽ അവരുടെ ഹോളിഡേയ്സിൽ മാത്രമായിരിക്കാം ക്ലാസുകൾ ലഭ്യമാവുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചിങ് അവേഴ്സും വളരെ ചുരുക്കമായിരിക്കും. ഇവിടെയാണ് സെൽഫ് ലേണിംഗിന്റെ പ്രാധാന്യം. ഒരു ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് മോഡിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിക്കുന്ന ഏതൊരു പഠിതാവിനെയും ഒരു സെൽഫ് ലേണർ ആക്കി മാറ്റുക എന്നതാണ് യൂണിവേഴ്സിറ്റി ലക്ഷ്യം വെക്കുന്നത്. ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി അതിന്റെ സെൽഫ് ലേണിംഗ് മെറ്റീരിയലുകൾ വിഭാവനം ചെയ്തിരിക്കുന്നു. ഒരു ടീച്ചർ എങ്ങനെയാണോ തന്റെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്, അത്തരത്തിലൊരു പഠനാനുഭവം കുട്ടികൾക്ക് ലഭിക്കത്തക്ക രീതിയിലാണ് നമ്മുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയലുകൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു നരേറ്റീവ് ഫോർമാറ്റിൽ, ഒരു സ്റ്റോറി കൈൻഡ് ഓഫ് ഫോർമാറ്റിലാണ് SLMകൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് BBA എന്ന പ്രോഗ്രാമിനെ പറ്റി പരിചയപ്പെടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് BBA എന്ന പ്രോഗ്രാമിനെ പറ്റിയും ആ പ്രോഗ്രാമിലെ ആദ്യത്തെ കോഴ്സായ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന വിഷയത്തെ പറ്റിയുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊരു പരിചയപ്പെടുത്തൽ വീഡിയോ ആണ്. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന ഒരു കോഴ്സിനെ പറ്റി പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോയാണ്. അതിന്റെ സ്ട്രക്ചർ എന്താണെന്നും അതുപോലെ ലേണിംഗ് ഔട്ട്കംസ് എന്താണെന്നും യൂണിറ്റിന്റെ സ്ട്രക്ചർ എന്താണെന്നും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമാക്കുന്നത്. ആദ്യമായി നമുക്ക് ഈ ഒരു കോഴ്സിന്റെ സ്ട്രക്ചറിനെ പറ്റി മനസ്സിലാക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മൾ കോഴ്സ് എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റുകളെയുമാണ്. ഇപ്പൊ BBAയിലാണെങ്കിൽ നിങ്ങൾക്ക് ഡിസിപ്ലിൻ കോർ കോഴ്സുകളുണ്ട്. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, അക്കൗണ്ടിംഗ് ഫോർ മാനേജേഴ്സ് തുടങ്ങിയ ഡിസിപ്ലിൻ കോർ കോഴ്സുകളുണ്ട്. അപ്പൊ ഈ കോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സബ്ജക്റ്റിനെയാണ് നമ്മൾ കോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി പ്രോഗ്രാം എന്ന് പറയുന്നതോ പണ്ട് നമ്മൾ പറഞ്ഞിരുന്നില്ല, ഇപ്പൊ BBA കോഴ്സ് അല്ലെങ്കിൽ BCom കോഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു കോഴ്സാണ് ഇപ്പൊ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പ്രോഗ്രാം എന്ന പേരുകളിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇത് നിങ്ങൾ തറവായിട്ട് മനസ്സിലാക്കണം. ഇനി നമുക്ക് BBAയുടെ അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഈ ഒരു കോഴ്സിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന ഈ ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ ഓൾറെഡി സെൽഫ് ലേണിംഗ് മെറ്റീരിയലിലൂടെ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ ഈ ഒരു കോഴ്സ് ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ലെവലിലുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് ബ്ലോക്കുകളായിട്ടാണ്. അപ്പം ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ കോഴ്സ് 5 ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ചിലപ്പം വേറെ ചില കോഴ്സുകൾ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് 6 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവാം, ചിലതിൽ 4 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ കോഴ്സ് ഈ ബ്ലോക്സിന്റെ ഡിവിഷൻ വരും. ഈ ഒരു കോഴ്സിൽ 5 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബ്ലോക്കുകളെ അഗെയിൻ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ബ്ലോക്കിന്റെ ഉള്ളില് വീണ്ടും നിങ്ങൾക്ക് 2, 3, 4 യൂണിറ്റുകളെ പ്രതീക്ഷിക്കാം. അപ്പൊ യൂണിറ്റുകൾ ഡിവൈഡ് ചെയ്യുന്നതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടോപ്പിക് ഒരു യൂണിറ്റിന്റെ അണ്ടറിൽ വരുന്നു, അടുത്ത ടോപ്പിക് അടുത്ത യൂണിറ്റിന്റെ അണ്ടറിൽ വരുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിവിഷൻസ് പോകുന്നത്. ഇനി നമ്മുടെ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിൽ 5 ബ്ലോക്കുകൾ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ 5 ബ്ലോക്കുകളിൽ 1, 3 അതുപോലെ 4, 5 ബ്ലോക്കുകളിൽ 2 യൂണിറ്റ് വീതമാണ് വരുന്നത്. അതുപോലെ രണ്ടാമത്തെ ബ്ലോക്കിൽ 4 യൂണിറ്റ് വീതമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നൗ ലെറ്റ് us understand the content of the course. നമുക്ക് ഈ കോഴ്സിലെ അതിന്റെ ഉള്ളടക്കം എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. നമ്മൾ ബ്ലോക്കുകളായിട്ടും യൂണിറ്റുകളായിട്ടും തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ഈ ഓരോ ബ്ലോക്കിലും എന്തൊക്കെയാണ് പ്രതിപാദിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് ആണ്.
അപ്പൊ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരികയാണ്. അപ്പൊ അതിൽ എന്തൊക്കെയാണ്, വാട്ട് ആർ ദേ അതിന്റെ ക്യാരക്ടേഴ്സ്, മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ കോൺസെപ്റ്റുകൾ, അതിലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അങ്ങനെ വരുന്ന വിവിധങ്ങളായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് ആക്ച്വലി ഈ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് എന്ന ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ ബ്ലോക്കിൽ 2 യൂണിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് വീണ്ടും ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് എന്ന് തന്നെയാണ്. അതുപോലെ രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് എന്നാണ്. അപ്പം അതിൽ ഈ മാനേജ്മെന്റിന്റെ എവല്യൂഷൻ എങ്ങനെയാണ്, അത് ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ട്സിനെ പറ്റിയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. നമുക്കറിയാം 3 സ്കൂൾ ഓഫ് തോട്ട്സ് ആണ് പ്രോമിനന്റ് ആയിട്ടുള്ളത്. ക്ലാസിക്കൽ തോട്ടുണ്ട്, മാനേജ്മെന്റ് തോട്ടുണ്ട്, അതുപോലെ നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് തോട്ടുണ്ട്, അതുപോലെ മോഡേൺ മാനേജ്മെന്റ് തോട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബ്ലോക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. നമുക്കറിയാം ഏതൊരു മാനേജ്മെന്റ് സ്റ്റഡീസ് പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥികളും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട അതിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഇതില് 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഈ 4 യൂണിറ്റിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്റ്റിംഗ്, ഈ 4 ഫംഗ്ഷൻസ് ആണ് 4 യൂണിറ്റുകളിലായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി 5ാമത് വരുന്ന ഫംഗ്ഷനായ കൺട്രോളിംഗ് നമ്മൾ ബ്ലോക്ക് 5ലാണ് പഠിക്കുന്നത്. നമുക്കിനി ബ്ലോക്ക് 3 ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ബ്ലോക്ക് 3യില് മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്ന ഒരു പാഠഭാഗമാണ് നമ്മൾ ഹൃദ്യസ്ഥമാക്കാൻ പോകുന്നത്. അപ്പൊ അതില് ലീഡർഷിപ്പിനെ പറ്റിയും അതിന്റെ ലീഡർഷിപ്പിൽ വരുന്ന ഒരുപാട് തിയറീസ് ഉണ്ട് അല്ലെ, ഇത്തരം തിയറീസിനെ പറ്റിയും, പിന്നെ അതുപോലെ മോട്ടിവേഷനിലും ഇതുപോലെ ധാരാളം തിയറീസും അതിന്റെ ഇമ്പോർട്ടൻസും ഒക്കെയാണ് നമ്മൾ ബ്ലോക്ക് 3യില് പഠിക്കുന്നത്. ബ്ലോക്ക് 4 is discussing about supervision and communication. നമുക്കറിയാം മാനേജ്മെന്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സൂപ്പർവിഷൻ എന്താണെന്നും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നും അത് ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതെന്നും ഒക്കെയാണ് നമ്മൾ സൂപ്പർവിഷൻ എന്ന ആ ഒരു യൂണിറ്റ് കൊണ്ട് മനസ്സിലാക്കുന്നത്. ഇനി അതിലെ 2ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പം ഒരു ഓർഗനൈസേഷനിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ടാവും അല്ലെ. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ നിങ്ങൾ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം ഇത്തരം കമ്മ്യൂണിക്കേഷനെ പറ്റിയും അതിന്റെ ഒരു റെലവൻസിനെ പറ്റിയും ഇമ്പോർട്ടൻസിനെ പറ്റിയും ഒക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അവസാനത്തെ ബ്ലോക്കാണ് പരിചയപ്പെടാനുള്ളത്, അതായത് കൺട്രോളിംഗ് എന്ന് പറയുന്ന ബ്ലോക്ക്. അപ്പൊ ആസ് ഐ സെഡ് ഏർലിയർ, സെക്കൻഡ് ബ്ലോക്കില് നമ്മൾ പറഞ്ഞു ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അതിൽ 5 ഫംഗ്ഷൻ ഉണ്ടെന്നും അതിൽ 4 ഫംഗ്ഷൻസ് നമ്മൾ ബ്ലോക്ക് 2ൽ പരിചയപ്പെടുന്നു. ഇനി ബ്ലോക്ക് 5ലാണ് നമ്മൾ 5ാമത്തെ ഫംഗ്ഷനായ കൺട്രോളിംഗ് പഠിക്കുന്നത്. അപ്പൊ അതിലും 2 യൂണിറ്റ്സ് ആണുള്ളത്. 1ാമത്തെ യൂണിറ്റ് എന്താണ് കൺട്രോളിംഗ്, അതിന്റെ കോൺസെപ്റ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. ഇനി 2ാമത്തെ യൂണിറ്റില് വാട്ട് ആർ ദ വേരിയസ് ടെക്നിക്സ് ഓഫ് കൺട്രോളിംഗ്, ഇതാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. നൗ ലെറ്റ് us understand the structure of units. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ യൂണിറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ കോഴ്സിലെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ യുണീക്കായ ഒന്നാണ്. ഇതിനെ നമ്മൾ ടെംപ്ലേറ്റ് എന്നും വിളിക്കാറുണ്ട്. അപ്പം ഈ ടെംപ്ലേറ്റ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോ പഠിതാവിനും വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പഠിക്കുന്ന കോൺസെപ്റ്റ്സുകളും മറ്റു കാര്യങ്ങളും തിയറീസും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുവാനും വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അതിനെ ഫോളോ ചെയ്യാനും അല്ലെങ്കിൽ അത് എളുപ്പമാക്കുക എന്ന ഒരു ഉദ്ദേശം വെച്ചിട്ടാണ്. ഇനി നമുക്ക് ഈ യൂണിറ്റ് സ്ട്രക്ചറിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പം ഇതില് ആദ്യമായി വരുന്ന ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ SLM എടുത്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ, നിങ്ങളുടെ ബുക്ക് ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആദ്യത്തെ യൂണിറ്റിലോട്ട് നിങ്ങൾ കിടക്കുമ്പോൾ ആദ്യമായി നിങ്ങൾ കാണുന്ന ഒരു ഹെഡിങ് എന്ന് പറയുന്നത് ലേണിംഗ് ഔട്ട്കം ആണ്. ഓക്കെ, അപ്പൊ ലേണിംഗ് ഔട്ട്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോൾ ആ ഒരു ലേണറിന് എന്തൊക്കെയാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ അറിവുകളാണ് അദ്ദേഹം നേടുന്നത്, അയാൾ എന്താണ് പ്രാപ്തമായി തീരുന്നത് എന്നതാണ് ആക്ച്വലി ഈ ഒരു ലേണിംഗ് ഔട്ട്കം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഈ ടെംപ്ലേറ്റിൽ വരുന്ന 2ാമത്തെ ഐറ്റം എന്ന് പറയുന്നത് പ്രീ റിക്വസിറ്റ് ആണ്. ഈ പ്രീ റിക്വസിറ്റ് എന്ന് പറയുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മാത്രം SLMകളിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ പ്രീ റിക്വസിറ്റിന്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ എന്താണ് പ്രീ റിക്വസിറ്റ് എന്ന് ചോദിച്ചാല്, ഇറ്റ് ഈസ് ആക്ച്വലി എ പാത്വേ ടു എൻറ്റർ ഇൻ ടു എ യൂണിറ്റ്. അതായത് ഒരു വിദ്യാർത്ഥി അയാൾ ഒരു ആദ്യത്തെ യൂണിറ്റ് പഠിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഈ യൂണിറ്റിലോട്ട് വളരെ സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ ഈ ടോപ്പിക്കിലോട്ട് വളരെ സ്മൂത്ത് ആയിട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി ഒരു പഠിതാവിനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രീ റിക്വസിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പ്രീ റിക്വസിറ്റ് യൂണിവേഴ്സിറ്റി ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഒരു നറേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റോറി കൈൻഡ് ഓഫ് വേയിലാണ്.
അപ്പോൾ ഇത് ലേണറിനെ വളരെ എളുപ്പത്തിൽ ആ കോൺസെപ്റ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കാനും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തതായി ഈ യൂണിറ്റ് സ്ട്രക്ചറിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതായത് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ തിയറീസ് ഇതിന്റെയൊക്കെ ടൈറ്റിൽസ് ഒക്കെ ആയിരിക്കാം ഈ ഒരു കീവേഡ്സ് എന്ന ഒരു ഏരിയയിൽ കാണുന്നത്. അപ്പൊ മിനിമം ഒരു 5 മുതൽ അല്ലെങ്കിൽ 7 വരെയൊക്കെയുള്ള കീവേഡുകളായിരിക്കാം നിങ്ങൾക്ക് കാണുന്നത്. ഈ യൂണിറ്റിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യപ്പെടുന്ന ആ ഒരു ടോപ്പിക്കുകളെ പറ്റിയായിരിക്കും ഈ കീവേഡ്സിൽ പ്രതിപാദിക്കുന്നത്. ഈ യൂണിറ്റ് സ്ട്രക്ചറിലെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നതാണ് ഡിസ്കഷൻ. അപ്പോൾ ഈ ഡിസ്കഷനിലാണ് ശരിക്കും നമ്മൾ എന്താണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ആ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന മേജർ കാര്യങ്ങൾ അതിന്റെ കോൺസെപ്റ്റുകളും തിയറീസും അല്ലെങ്കിൽ മറ്റ് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം പഠിക്കുന്ന ഏരിയയാണ് ആക്ച്വലി ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വീണ്ടും ഹെഡിങ്ങുകളായിട്ടും സബ് ഹെഡിങ്ങുകളായിട്ടും നമ്മളുടെ ഈ ലേണിംഗ് കോണ്ടന്റ് നമ്മൾ പഠിക്കുന്നു. അടുത്തത് റീക്യാപ്പ് ആണ്. അപ്പൊ ഈ റീക്യാപ്പ് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. എന്തിനാണ്? ഒരു യൂണിറ്റ് കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ആ യൂണിറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് എന്ന് ഓർത്തെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഏരിയ ആണ് റീക്യാപ്പ് എന്ന് പറയുന്നത്. റീക്യാപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ വളരെ ബുള്ളറ്റിൻ പോയിന്റുകളായിട്ടാണ്. അപ്പൊ ഈ ബുള്ളറ്റിൻ പോയിന്റ് വായിക്കുമ്പോൾ തന്നെ ഇപ്പൊ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ ബുള്ളറ്റിൻ പോയിന്റ് മാത്രം വായിച്ചിട്ട് മതിയാവും. അപ്പൊ അവർക്ക് ഈ ഒരു പഠിച്ച കാര്യങ്ങളൊക്കെ മെമ്മറിയിൽ ക്വിക്കായിട്ട് മെമ്മറൈസ് ചെയ്യാൻ ഈ റീക്യാപ്പുകൾ സഹായിക്കും. അടുത്തതായി ഈ ഒരു യൂണിറ്റ് ടെംപ്ലേറ്റിൽ വരുന്നത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റില് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നും പ്രധാനപ്പെട്ട ഒരു 10 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 8 മുതൽ 10 വരെ ഉള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആയിരിക്കും ഈ നെക്സ്റ്റ് ടെംപ്ലേറ്റിൽ പ്രതിപാദിക്കുന്നത്. അടുത്തത് സെൽഫ് അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ സെൽഫ് അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ആൻസേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ടാവില്ല. കാരണം ഈ യൂണിറ്റ് വായിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാകും എന്തായിരിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എന്ന്. അപ്പൊ ഇത് ചിലപ്പോൾ ഒരു വൺ വേർഡ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വൈസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആകാം. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ടാകാം. അപ്പൊ അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ടാകാം. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻ അപ്പൊ സാധ്യതയുള്ള ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ സെൽഫ് അസസ്മെന്റ് ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരുന്നത് അസൈൻമെന്റ്സ് ആണ്. അപ്പം അസൈൻമെന്റ് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഒരു ഇന്റേണൽ അസസ്മെന്റിന്റെ പാർട്ടാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സെമസ്റ്ററിലും 2 അസൈൻമെന്റ് വീതം എല്ലാ പഠിതാവും എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ അസൈൻമെന്റുകൾ സാധ്യതയുള്ള ഈ ഒരു പർട്ടിക്കുലർ യൂണിറ്റിൽ നിന്ന് വരാൻ സാധ്യതയുള്ള അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ഈ ഒരു പാഠഭാഗത്ത് സൂചിപ്പിക്കുന്നത്. ഇനി ഈ പാഠഭാഗത്ത് വരുന്ന ഏറ്റവും അവസാനത്തെ, അതായത് ഈ ടെംപ്ലേറ്റിൽ വരുന്ന ഏറ്റവും അവസാനത്തെ ആസ്പെക്ട് എന്ന് പറയുന്നതാണ് സജസ്റ്റഡ് റീഡിങ്സ്. അപ്പൊ ഈ യൂണിറ്റ് മുഴുവനും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ആ യൂണിറ്റിന്റെ അവസാനം ഈ സജസ്റ്റഡ് റീഡിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു റെഫറൻസ് ആണ് കൊടുക്കുന്നത്. വേറെയും മെറ്റീരിയലുകളുടെ റെഫറൻസ്, അതായത് വേറെ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇനി ഫർദർ കൂടുതലായിട്ട് ഈ ഒരു യൂണിറ്റിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു പഠിച്ച വിഷയത്തെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കണം, റെഫർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ സജസ്റ്റഡ് റീഡിങ്ങിന്റെ അണ്ടറിൽ കുറച്ച് റെഫറൻസസ് കൊടുത്തിട്ടുണ്ടാകും. ചിലപ്പോൾ ചില ബുക്കുകളുടെ റെഫറൻസ് ആകാം, ചില ആർട്ടിക്കിൾസുകളുടെ റെഫറൻസ് ആകാം. ഇതൊക്കെ നിങ്ങൾക്ക് ഫർദർ റീഡിങ്സ് എന്ന നിലയ്ക്ക് പിന്നീട് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിനെ ആ ഒരു കോഴ്സിന്റെ സ്ട്രക്ചറിനെ പറ്റിയും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലെ. അപ്പോൾ ഇനി അടുത്ത കോഴ്സുകളിലും ഈ സെയിം സ്ട്രക്ചറുകൾ തന്നെയാണ് എല്ലാ കോഴ്സുകൾക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പരിചയപ്പെടുത്തൽ വീഡിയോ മാത്രമാണ്. അപ്പൊ ഇനി വരുന്ന വീഡിയോകൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളും മറ്റ് കാര്യങ്ങളിലോട്ടൊക്കെയാണ് പോകുന്നുണ്ടാവുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെയും ഹാപ്പി ലേണിംഗ്.